ഹലോ! ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടിയുടെ ചോറ് വേണമായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇച്ചൂട്ടൻ. ഇച്ചൂട്ടന് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത്. നമ്മുടെ തറവാട്ടമ്പലത്തിലെ ആൾക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം വെച്ചിട്ട് നമ്മുടെ ആവണങ്ങാട്ടിൽ ചോറ് കൊടുത്തതാണ് കേട്ടോ. ഉണ്ണിക്കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ചോറും പഴവും പായസവും പപ്പടവും ഉപ്പും പഞ്ചസാരയും പിന്നെ അവിടെ മാത്രമുള്ള പ്രത്യേകത ഞാൻ തോന്നുന്നുണ്ട് ചോറിൽ കൊടുത്തില്ല തൈര്. അപ്പം നമ്മുടെ ഇച്ചുകുട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ തൈര് ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് ആ രസമൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായി. പിന്നെ നമ്മൾ തറവാട്ടമ്പലത്തിൽ ചോറ് കൊടുത്തു എന്ന് പറഞ്ഞാലും വീട്ടിൽ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിക്കുട്ടിക്ക്. നമ്മൾ ഇവിടെയും കൂടെ ചോറ് കൊടുത്തിട്ട് വീട്ടിൽ ചോറ് കൊടുക്കണമെന്നുള്ള തീരുമാനത്തിലായിരുന്നു കേട്ടോ നമ്മൾ. അങ്ങനെ ഭംഗിയായിട്ട് അവിടെ ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ പിന്നെ പ്രത്യേകിച്ചൊരു നമ്മൾ മുൻപ് കൂട്ടി ബുക്ക് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ രാവിലെ ചെല്ലുന്ന രീതിയിൽ ചെല്ലുക. അപ്പം ഞങ്ങളൊരു 9 മണി സമയത്താണ് എത്തിയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഉണ്ണിക്ക് ചോറ് കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ചോറ് കൊടുക്കുന്ന സമയമാകുമ്പോൾ അവർ നമ്മളെ വന്ന് വിളിക്കും. ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ചോറ് കൊടുക്കാനായിട്ട് പിന്നെ വേറെ ചാർജസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഭണ്ഡാരത്തിലിടാം. അപ്പോൾ വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ 2 മക്കളെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് അമ്പലത്തിൽ പോകുമല്ലോ, ഒരു 6 മാസത്തിൽ ലാസ്റ്റായിട്ട് പൂവാവണങ്ങാട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ വാക്ക് കൊടുത്തിരുന്നു കേട്ടോ. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടിയായിട്ട് ആദ്യം വരുമ്പോൾ ചോറ് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാക്ക് പാലിക്കണ്ടേ. അങ്ങനെയാണ് കേട്ടോ ഈ ചോറൂണ് നടത്തിയത്. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ. എങ്കിലും എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.